Hello students, welcome back. The next topic is properties of colloidal solution or properties of colloids. Okay, and in that the first property is colligative property. Colligative properties എന്താണ് എന്ന് നമ്മൾ സൊല്യൂഷൻസിൽ പഠിച്ചിട്ടുണ്ട്. These are the properties which depends only on the number of solute particles and does not depends upon its nature. അതേപോലെ കൊളോയിഡിൽ ആവുമ്പോൾ അവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്നുള്ളതിന് പകരം ദ പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളൊരു സൊല്യൂഷനും അതേപോലെ തന്നെ ഇഫ് യു ആർ ടേക്കിംഗ് എ സൊല്യൂഷൻ അതേപോലെ തന്നെ ഒരു കൊളോയിഡ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, കൊളോയിഡിനെ നമുക്ക് സോൾ എന്നും വിളിക്കാം. ഓക്കെ, വി ആർ ടേക്കിംഗ് എ സോളിഡ് ഇൻ ലിക്വിഡ്, ഓക്കെ, സോളിഡ് ഇൻ ലിക്വിഡ് സോൾ. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഈ സൊല്യൂഷനകത്തുള്ളതിനേക്കാളും പാർട്ടിക്കിൾ സൈസ് എവിടെയുണ്ട്? കൊളോയിഡിനകത്തുണ്ട്. പാർട്ടിക്കിൾ സൈസ് കുറച്ചുകൂടി ഹയർ ആണ്. ഓക്കെ, മറ്റടുത്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ സൊല്യൂഷനും ഇതും ഒരേ കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരേ അളവ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവായിരിക്കും. കാരണം പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ്. ഒരേ വോള്യം സൊല്യൂഷനും അതേ വോള്യം സോളും, അതായത് കൊളോയിഡും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണ്. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാകുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസും എന്തായിരിക്കും? കുറവായിരിക്കും. എന്ന് വെച്ചാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഈ എണ്ണത്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എണ്ണം കുറയുമ്പോൾ കുറയും. ഓക്കെ, സോ ദ കമ്പാരിസൺ, ഇഫ് വി കമ്പയർ ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ ആൻഡ് എ കൊളോയിഡ്, the colloids has lower value of colligative properties as compared to the colligative properties of solution. Okay, colligative properties ഏതൊക്കെയാണ്? relative lowering of vapor pressure, depression in freezing point, elevation in boiling point, അതേപോലെ osmotic pressure. ഈ വാല്യൂസ് കുറവായിരിക്കും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. The number of particles in colloidal solution is comparatively small as compared to true solution. That is due to the larger size of colloidal particle compared to the particles of solution. Okay, hence the values of colligative properties are small as compared to true solution. ഇവിടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ ഈ ചാപ്റ്ററിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ സ്കോപ്പ് ഓഫ് അവർ സിലബസ്. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റി ഈ ഒരു ഡിസ്ക്രിപ്ഷനേ ആവശ്യമുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സൊല്യൂഷനിൽ മാത്രമാണ്. ഓക്കെ, സോ that's about the first property, that is colligative properties. The second one is Tyndall effect. Tyndall effect നമ്മൾ ഓൾറെഡി ഫോക്കസ് ഏരിയയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തിട്ട് അതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഒബ്സർവ് ദ പാത്ത് ഇഫ് ബൈ യൂസിങ് എ മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പോൾ പാത്ത് ഓഫ് ദ ലൈറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ. അത് ട്രൂ സൊല്യൂഷനകത്തില്ല, സൊല്യൂഷനകത്തതില്ല. കാരണം ഇവിടെ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ തട്ടിയിട്ട് ലൈറ്റ് പാർട്ടിക്കിൾസിന് സ്കാറ്ററിങ് ഉള്ളത് കൊണ്ടാണ് ആ പാത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത്. സ്കാറ്റേർഡ് ലൈറ്റ് നമ്മുടെ ഐസിലേക്ക് എത്തും. ഓക്കെ, അതുകൊണ്ടാണ് അത് ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ടിൻഡൽ എഫക്റ്റ്. നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്താണ്, അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് കളർ. ഓക്കെ, കൊളോയിഡൽ സൊല്യൂഷൻ ഒരു കളർ ഉണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് ബൈ ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ. നമ്മളിവിടെ പറഞ്ഞു പാത്ത് ഒബ്സർവ് ചെയ്യാനുള്ള കാരണം, പാത്ത് ഒബ്സർവ് ചെയ്യാനുള്ള കാരണം ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ, നമ്മളിപ്പോൾ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ആ പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നത് കൊണ്ടാണ് നമ്മളത് കാണുന്നത്. അത് പല കളേഴ്സിലായിരിക്കും. എന്തുകൊണ്ടാണ്? ആ പാർട്ടിക്കിൾ തട്ടിയിട്ട് വരുന്ന ലൈറ്റ് പാർട്ടിക്കിളിൻ്റെ വേവ് ലെങ്ത് എന്താണോ അതിനനുസരിച്ചായിരിക്കും കളർ ഉണ്ടാവുക. ഓക്കെ, സോ ദ കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ wavelength of light scattered by the dispersed phase particles of dispersed phase. The wavelength of light further depends on the size and nature of the particle. നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒരേ കളറല്ല. ഓക്കെ, അതിലൊരു എക്സാമ്പിളാണ് ഫൈനസ്റ്റ് ഗോൾഡ് സോൾ. അതായത് ഏറ്റവും കൊളോയിഡലിലെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ഉള്ള ഗോൾഡ് സോൾ എന്ന് പറയുന്നത് അതിൻ്റെ കളർ റെഡാണ്. ഓക്കെ, അപ്പോൾ ഗോൾഡിൻ്റെ കളറ് അതും പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞപ്പോൾ റെഡാണ്. അതേ ഗോൾഡ് തന്നെ സൈസ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തു, പക്ഷേ കൊളോയിഡൽ സൈസിൽ തന്നെയാണ്. ഇറ്റ് അപ്പിയേഴ്സ് പേർപ്പിൾ. ഓക്കെ, ദെൻ ബ്ലൂ, പാർട്ടിക്കൽ സൈസ് വീണ്ടും കൂട്ടിയപ്പോൾ ബ്ലൂ, ആൻഡ് ഫൈനലി ആണ് ഗോൾഡിന് ഗോൾഡൻ കളർ ഉള്ളത്. Okay, so it depends on the size and also the nature of the particle. Okay, and the next one is Brownian movement. ഇപ്പോൾ നമ്മൾ നാലാമത്തെ പ്രോപ്പർട്ടീസിലേക്ക് എത്തി. ഓക്കെ, അതിൽ ടിൻഡൽ എഫക്റ്റ് ഫോക്കസ് ഏരിയയിലുള്ളതാണ്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് നോൺ ഫോക്കസ് ഏരിയ ആണെങ്കിലും നമ്മളത് ഫോക്കസ് ഏരിയയുടെ കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ റെഗുലർ zigzag motion. Okay,
the colloidal particles are always in zigzag motion. That zigzag motion is invented by a scientist. His name is Robert Brown, and that is known as Brownian movement. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ അതും കൂടുതലായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. And the next is a very very important property, that is charge on colloidal particle. പല സ്ഥലങ്ങളിലും നമ്മൾ ഇലക്ട്രോഫോറസിസ് ഒക്കെ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ചാർജ് വരുന്നത്, എന്തൊക്കെ ചാർജുകൾ കൊളോയിഡ്സിനുണ്ട് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എ കൊളോയിഡൽ പാർട്ടിക്കിൾ ഓൾവേസ് ക്യാരി ആൻ ഇലക്ട്രിക് ചാർജ്. ചാർജ് മേ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ കൊളോയിഡ്സും ഉണ്ട്, അതേപോലെ നെഗറ്റീവ്ലി ചാർജിൽ കൊളോയിഡ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് എക്സാമ്പിൾസും അറിഞ്ഞിരിക്കണം. ഓക്കെ, few of the examples of positively charged colloids and few of the examples of negatively charged colloids. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സിന് എക്സാമ്പിളാണ് Al2O3. അത് ഹൈഡ്രേറ്റഡ് എന്ന് പറയുമ്പോൾ X നമ്പർ ഓഫ് H2O. ഓക്കെ, അതേപോലെ CrO3 വിത്ത് എക്സ് നമ്പർ ഓഫ് H2O. ക്രോമിയത്തിൻ്റെ ഓക്സൈഡ്, അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് അതിൻ്റെ ഹൈഡ്രേറ്റുകളായിട്ട്. ഓക്കെ, ഹൈഡ്രേറ്റഡ് ആണ്. അതേപോലെ Fe2O3 XH2O. ഓക്കെ, ഇതൊക്കെ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് ആണ്. അപ്പോൾ ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്, അവിടെ 3 ഓക്സൈഡുകളുടെ ഫോർമുല കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും 1 or 2 പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ഡൈകൾ എന്ന് വെച്ചാൽ DYE, ഡൈ കളറിംഗ് സബ്സ്റ്റൻസുകളാണ്. അതിൽ ആസിഡ് ഡൈസും ഉണ്ട്, ബേസിക് ഡൈസും ഉണ്ട്. അസിഡിക് നേച്ചറുള്ള ഡൈസും ഉണ്ട്, ബേസിക് ഡൈസും ഉണ്ട്. അതിൽ ബേസിക് ഡൈസിന് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, ബേസിക് ഡൈ സ്റ്റെപ്സ് ഓർ ബേസിക് ഡൈസ് എന്ന് എഴുതിയാലും മതി. ബേസിക് ഡൈസ്, ഈ ബേസിക് ഡൈസിന് എക്സാമ്പിളാണ് മെത്തിലിൻ ബ്ലൂ സോൾ. ഓക്കെ, അപ്പോൾ ബേസിക് ഡൈ സ്റ്റെപ്സ്, മെത്തിലിൻ ബ്ലൂ പോലെയുള്ള ബേസിക് ഡൈസ് പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡാണ്. പിന്നെ ബ്ലഡിനകത്തുള്ള ഹീമോഗ്ലോബിൻ. ഓക്കെ, ഹീമോഗ്ലോബിൻ ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്. അപ്പോൾ ബ്ലഡ് എന്ന് എഴുതിയാലും മതി, ആക്ച്വലി ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്. സോ ഹീമോഗ്ലോബിൻ ഓർ ബ്ലഡ്. പിന്നെ ചില ഓക്സൈഡുകൾ, എല്ലാ ഓക്സൈഡുകളും അല്ല. എക്സാമ്പിൾ ടിൻ ഡയോക്സൈഡ്, TiO2 സോൾ, അതും പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണ്. അപ്പോൾ ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്, ബേസിക് ഡൈസ്, ബ്ലഡ്, അതായത് ഹീമോഗ്ലോബിൻ, ആൻഡ് ഓക്സൈഡ്സ് ലൈക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ്. ഓക്കെ, ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് മെറ്റൽ സോളുകൾ എന്ന് വെച്ചാൽ കോപ്പറിൻ്റെ, സിൽവറിൻ്റെ, ഗോൾഡിൻ്റെ ഒക്കെ സോള് നമ്മൾ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യുന്നതാണത്. ഓക്കെ, ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ. ഇവർക്ക് എങ്ങനെയാണ് ചാർജ് വരുന്നത് എന്നുള്ളത് അടുത്ത വിഷയമാണ്. ഓക്കെ, പിന്നെ സൾഫൈഡുകൾ നമ്മൾ കെമിക്കൽ മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്ത ഒരു സൾഫൈഡ് ഓറാണ് As2S3. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു സൾഫൈഡ് ഓറാണ് Sb2S3. ഇതിൻ്റെ പേര് ആർസെനിക് സൾഫൈഡ്, ആൻറ്റിമണി സൾഫൈഡ്. പിന്നെ ഉള്ളത് കാഡ്മിയം സൾഫൈഡ്. ഇതിൻ്റെയൊക്കെ സോളുകൾ എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ സോളിൻ്റെ മേലെ പുറത്തുനിന്ന് നെഗറ്റീവ് ചാർജ് വരികയാണ്. അതേപോലെ നേരത്തെ സോളിൻ്റെ മേലെ പോസിറ്റീവ് ചാർജുള്ള വേറെ അയോണുകൾ വന്നിട്ട് എന്ത് ചെയ്യാണ്? അഡ്സോർബ് ചെയ്യാണ് ശരിക്കും നടക്കുന്നത്. അവിടെ അഡ്സോർപ്ഷനാണ് ശരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റാലിക് സൾഫൈഡ്സ്, മെറ്റാലിക് സൾഫൈഡ്സ്, പിന്നെ ആസിഡ് ഡൈസ്റ്റെഫ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇയോസിൻ, മറ്റൊരു എക്സാമ്പിളാണ് കോങ്കോറെഡ്. അതൊക്കെ ഡൈകളാണ്, ആസിഡിക് ഡൈ ആണ്. പിന്നെ അതേപോലെ നാച്ചുറലി പോളിമറിക് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ആയിട്ടുള്ള സ്റ്റാർച്ച്, ഗമ്മ്, ജലാറ്റിൻ, ക്ലേ. സ്റ്റാർച്ചും ഗമ്മും ജലാറ്റിനും പോളിമറാണ്. പിന്നെ ക്ലേ, അതേപോലെ ചാർക്കോള്. ഓക്കെ, ഇതെല്ലാം നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസിനും നെഗറ്റീവ് ചാർജ്ഡ് സോൾസിനും ഒരു 2 or 3 എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർജിനെ പറ്റി തന്നെയാണ് ഇനിയും ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിന് ചാർജ് കിട്ടുക എന്നുള്ളത് അതിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ള ചില കണ്ടീഷൻസിനനുസരിച്ചാണ് അതിന് ചാർജ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു സിൽവർ നൈട്രേറ്റ് ഉണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണേ, മനസ്സിലാവാൻ ലേശം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എൻ്റെ കയ്യിൽ സിൽവർ നൈട്രേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ സിൽവർ നൈട്രേറ്റും ഉണ്ട്, അതേപോലെ പൊട്ടാഷ്യം അയോഡൈഡും ഉണ്ട്. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാനൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട്, സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ്, അതിൽ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ഞാൻ അവിടെ പൊട്ടാഷ്യം അയോഡൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പൊട്ടാഷ്യം അയോഡൈഡിലേക്ക്
ഞാൻ AgNO3 ആഡ് ചെയ്യാണ്. അപ്പോൾ ഒബ്വിയസ്ലി AgNO3 പൊട്ടാഷ്യം അയോഡൈഡും റിയാക്ട് ചെയ്യും. അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക AgIയും അതേപോലെ തന്നെ KNO3യും. ഈ AgI ഒരു സോളാണ്. ഓക്കെ, സിൽവർ അയോഡൈഡ് ഒരു പിന്നെ കൊളോയിഡാണ്, സോളാണ്. ഓക്കെ, അപ്പോൾ AgI അവിടെ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിലേക്കാണ് AgNO3 ആഡ് ചെയ്തത്? ആദ്യം ഇവിടെ പൊട്ടാഷ്യം അയോഡൈഡ് കുറേ ഉണ്ട്, അതിലേക്ക് ആദ്യത്തെ മോളിക്യൂൾ AgNO3 വന്നു, അപ്പം തന്നെ AgI ഉണ്ടായി. അപ്പോൾ ആ AgI ഉണ്ടാകുമ്പോൾ അത് കിടക്കുന്നത് പൊട്ടാഷ്യം അയോഡൈഡിൻ്റെ ബാക്കി സൊല്യൂഷനിലാണ്, നമ്മളിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ KIയിലേക്ക് AgNO3 വന്നപ്പോൾ ആദ്യത്തെ മോളിക്യൂൾ വന്നപ്പോൾ തന്നെ അതിൽ Ag+ഉം മറ്റേതിൽ I-ഉം, ഇങ്ങനെ ഇതിലെ Ag+ഉം ആദ്യത്തത് ഇതിൽ I- ചേർന്നിട്ട് അവിടെ AgI ഫോം ചെയ്തു. അപ്പോഴും അവിടെ പൊട്ടാഷ്യം അയോഡൈഡ് കുറേ ഉണ്ട്, അതായത് പൊട്ടാഷ്യം അയോഡൈഡിലേക്കാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള കോമൺ അയോൺ ഏതാണ് നോക്കുക. അപ്പോൾ അവിടെ എന്താ ഫോം ചെയ്തത്? AgI ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ ബാക്കിയുള്ളത് ഏതാണ്? പൊട്ടാഷ്യം അയോഡൈഡ്. ഓക്കെ, AgIക്കകത്ത് Ag+ഉം I-ഉം, KIക്കകത്ത് K+ഉം I-ഉം. അപ്പോൾ അവിടെ ഏതാ സോള്? AgI ആണ് നമ്മളുടെ കൊളോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊളോയിഡിൻ്റെ സർഫസിനെ നമുക്കിങ്ങനെ ഒരു സ്ലാഷ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ അഡ്സോപ്ഷനിൽ പഠിച്ചതാണ്. ഓക്കെ, ആ സ്ലാഷ് അത് AgIൻ്റെ സർഫസാണ്. അതിലേക്ക് അവിടെയുള്ള ഒരു കോമൺ അയോൺ അഡ്സോർബ് ചെയ്യും. ദ അയോൺ കോമൺ ടു ദ സോളിലും അവിടെ ഉള്ള സൊല്യൂഷനിലും അവിടെ ആരാണോ ബാക്കിയുള്ളത് അവരിലുമുള്ള കോമൺ അയോണാണ് അഡ്സോർബ് ചെയ്യുന്നത്. സോ വെൻ AgNO3 ഈസ് ആഡഡ് ടു പൊട്ടാഷ്യം അയോഡൈഡ്, AgI ഈസ് ഫോംഡ് ആൻഡ് ഇറ്റ് അഡ്സോർബ്ഡ് ദ അയോൺ കോമൺ ടു ദ സോളിലേക്ക് കോമൺ ആയിട്ടുള്ള അയോണിനെ എവിടെ നിന്നും? ഇവിടെ ഈ പൊട്ടാഷ്യം അയോഡൈഡ് എന്താവുകയാണ്? ദാറ്റ് ബിക്കംസ് ദ ഡിസ്പെർഷൻ മീഡിയം. ഓക്കെ, ഇവിടെ ഇതിനകത്ത് കുറച്ച് AgI ഫോം ചെയ്തു, AgI അതിനകത്ത് ഫോം ചെയ്തു. അപ്പോൾ അത് പൊട്ടാഷ്യം അയോഡൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ AgI ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിളും KI ഡിസ്പേർഷൻ മീഡിയമാണ്. അപ്പോൾ ആ ഡിസ്പേർഷൻ മീഡിയത്തിലും ഡിസ്പേഴ്സ്ഡ് ഫേസിലും ഏതാ ഇവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ്? ഞാൻ DP എന്ന് എഴുതാണ്. ഓക്കെ, അത് AgI ആണ്. ഡിസ്പേർഷൻ മീഡിയം DM എന്ന് എഴുതാണ്, അത് ഏതാണ്? ദാറ്റ് ഈസ് KI ആണ്. അപ്പോൾ ഇതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് വെച്ചാൽ നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾ. അതിൻ്റെ സർഫസിലേക്ക് എന്ത് ചെയ്യുന്നു? ഇതിനകത്തുള്ള കോമൺ അയോൺ I- അഡ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അത് ആദ്യത്തെ കേസ്. ഇനി നമ്മൾ നേരെ തിരിച്ചാണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഞാനിവിടെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഈ പ്രാവശ്യം നേരത്തെ KI ആണ് എടുത്തത്, ഞാനിവിടെ AgNO3 ആഡ് ചെയ്യുന്നു. ഓക്കെ, AgNO3 ആണ് എടുത്തത്. അതിലേക്ക് പൊട്ടാഷ്യം അയോഡൈഡ് ആഡ് ചെയ്യുമ്പോൾ AgNO3 ആണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ I- ഇതിൽ Agയും ചേർന്നിട്ട് അവിടെയും AgI ഫോം ചെയ്യും, അതിനൊരു സർഫസും ഉണ്ട്. പക്ഷേ അവിടെ കൂടുതലുള്ളത് ഏതാണ്? ഇപ്പോൾ ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾ AgI ഉണ്ടായി. അപ്പോൾ AgNO3 അവിടുത്തെ ഡിസ്പേർഷൻ മീഡിയമാണ്. കാരണം കുറേ AgNO3യിലേക്ക് ആദ്യത്തെ KI തന്നെ വന്നു. അപ്പോൾ അവിടെ കോമൺ അയോൺ ഏതാ? ഇതിൽ Ag+, ഇതിലും Ag+. അപ്പോൾ അവിടെ Ag+നെ അഡ്സോർബ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡായി, ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡായി. ഓക്കെ, അപ്പോൾ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടിയും വീഡിയോ ഒന്ന് പ്ലേ ബാക്ക് ചെയ്തിട്ട് ഒന്നുകൂടി കേട്ടു നോക്കുക. ഓക്കെ, അവിടെ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. ഏതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്? കോമൺ അയോണിനെ ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്നും പ്രിഫറൻഷ്യലി അഡ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ കോമൺ അയോൺ നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ ആയിരിക്കും, കോമൺ അയോൺ പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ആയിരിക്കും. ഇനി ഇവിടെ തന്നിരിക്കുന്ന നോട്ട് ശ്രദ്ധിക്കുക. ദ ചാർജ് ഓൺ ദ കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് ഡ്യൂ ടു ദ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ. ദാറ്റ് ഈസ് ദ പോയിന്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അയോൺസ്. ഏതെങ്കിലും ഒരാളെ പ്രിഫർ ചെയ്യും. വെൻ 2 or more അയോൺസ് ആർ പ്രസന്റ്, അവിടെ ചിലപ്പോൾ Ag+ ഉണ്ടാവും, NO3- ഉണ്ടാവും, അല്ലെങ്കിൽ K+ ഉണ്ടാവും, I- ഉണ്ടാവും. വെൻ 2 or more ions are present in the dispersion medium. ആദ്യത്തെ കേസിൽ നമ്മൾ ഏതിലേക്കാണ് ആഡ് ചെയ്യുന്നത്? നമ്മൾ ആഡ് ചെയ്യുന്നത് KIയിലേക്കാണ്. അപ്പോൾ അവിടെ K+ ഉണ്ട്, I- ഉണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? AgNO3യിലേക്കാണ്. അവിടെ Ag+ ഉണ്ട്, NO3- ഉണ്ട്. രണ്ട് കേസിലും ഉണ്ടായിരിക്കുന്ന കൊളോയിഡ് AgI ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ I- അഡ്സോർബ് ചെയ്തു, രണ്ടാമത്തെ കേസിൽ Ag+ അഡ്സോർബ് ചെയ്തു. ആദ്യത്തെ കേസിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ ഉണ്ടായി, രണ്ടാമത്തെ കേസിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ഉണ്ടായി. ഓക്കെ, സോ when 2 or more ions are present in the dispersion medium, preferential adsorption of the ion
ഞാൻ പറഞ്ഞ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമൺ ടു ദ കൊളോയിഡൽ പാർട്ടിക്കിൾ യൂഷ്വലി ടേക്സ് പ്ലേസ്. An example, when AgNO3 solution is added to Ki solution, the precipitated AgI adsorb iodide ion, കാരണം AgI ലും ഇതിലുള്ളത്, from the dispersion medium and negatively charged salt results. ഇവിടെ കൊടുത്തിട്ടുണ്ട് KI ലേക്ക് AgNO3 ആഡ് ചെയ്തു, അപ്പോൾ AgI bar I minus negatively charged. ഇനി when KI solution is added to AgNO3 solution, തിരിച്ചാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ റിസൾട്ട്സ് ഡ്യൂ ടു ദ അബ്സോർപ്ഷൻ ഓഫ് Ag+ അയോൺ ഫ്രം ദ ഡിസ്പെർഷൻ മീഡിയം. കാരണം അവിടെ കോമൺ അയോൺ ഏതാണ്? AgI-ലും AgNO3-യിലുള്ളത് Ag ആണ്, Ag+ ആണ്, അത് അബ്സോർബ് ചെയ്തു ആൻഡ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ഇസ് ഫോംഡ്. ഓക്കെ, അപ്പോൾ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അയോൺസ് ദാറ്റ് ഈസ് കോമൺ ടു ദ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേർഷൻ മീഡിയത്തിലും ഡിസ്പേഴ്സ്ഡ് ഫേസിലും കോമൺ ആയിട്ടുള്ള അയോണിനെയാണ് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. അത് മുഖേന ചിലപ്പോൾ പോസിറ്റീവ് ആവാം, അത് മുഖേന ചിലപ്പം നെഗറ്റീവ് ആവാം. ഓക്കെ, ഏത് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ, ഇങ്ങനെ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഇപ്പോൾ എങ്ങനെ ചാർജ് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചധികം പഠിക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ എങ്ങനെ എടുത്തു? ആദ്യത്തെ കേസിൽ നമ്മൾ ഇതിനകത്തെടുത്തത് പൊട്ടാഷ്യം അയോഡൈഡാണ്. അതിലേക്ക് ആഡ് ചെയ്തത് എന്താണ്? AgNO3 ആണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായത് AgI ആണ്. ആ AgIൻ്റെ മേലേക്ക് അബ്സോർബ് ചെയ്തത് I- ആണ്. കാരണം കോമൺ അയോൺ ആയിട്ടുള്ള I- ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്ന് അബ്സോർബ് ചെയ്തു. ഓക്കെ, പക്ഷെ ആ K+ അവിടെ കിടക്കുക. അപ്പോൾ AgI എന്ന് പറയുന്നതിൻ്റെ സർഫസിലേക്ക് I- അബ്സോർബ് ചെയ്തു. അപ്പോൾ ഇതാണ് കൊളോയിഡ് എങ്കിൽ ആ കൊളോയിഡിൻ്റെ മേലേക്ക് I- വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നെഗറ്റീവ്ലി ചാർജ്ഡായി. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ട്. ആ മൈനസ് ചാർജ് എന്ത് ചെയ്യും? അവിടെയുള്ള പോസിറ്റീവ് അയോണിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ആ I- K+ തമ്മിൽ അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ആഫ്റ്റർ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾ, ദിസ് ലെയർ, അവിടെ I- ആ ലെയർ അട്രാക്ട്സ് കൗണ്ടർ അയോൺ, അതിൻ്റെ കൗണ്ടർ അയോൺ, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയോൺ, അതിൻ്റെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണിനെ ഫ്രം ദ മീഡിയം ഫോമിങ് എ സെക്കൻഡ് ലെയർ. ഒരു സെക്കൻഡ് ലെയർ അവിടെ ഫോം ചെയ്തു. ആദ്യം ഒരു കൊളോയിഡ് ഉണ്ട്, കൊളോയിഡൽ പാർട്ടിക്കിൾ, ചാർജ് ഒന്നും ഇല്ലാത്ത കൊളോയിഡൽ പാർട്ടിക്കിൾ. അതിൻ്റെ മേലേക്ക് പോസിറ്റീവോ നെഗറ്റീവോ ചാർജുള്ള ഒരു ലെയർ വന്നു. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു? ആ ലെയറിൻ്റെ മേലേക്ക് അതിൻ്റെ കൗണ്ടർ ആയതുകൊണ്ട് ഒരു ലെയർ വന്നു. ഓക്കെ, ഇതെന്താണ്? ഇത് സോളാണ്, കൊളോയിഡൽ പാർട്ടിക്കിളാണ്. ഇതെന്താണ്? ഫസ്റ്റ് ലെയർ ആണ്. അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കും. സപ്പോസ് അത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലെയർ എന്തായിരിക്കും? സെക്കൻഡ് ലെയർ അതിൻ്റെ മേലേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ട് കൗണ്ടർ അയോൺ, അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. ആ കോമ്പിനേഷൻ ഓഫ് ടു ലെയേഴ്സ്, okay, the combination of two layers of opposite charge around the colloidal particle is known as, ഇവിടെ കൊടുത്തിട്ടുണ്ട്, the combination of two layers of opposite charges around the colloidal particle is called Helmholtz ഒരാളുടെ പേരാണ്, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള, ഇവിടെ നെഗറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഓപ്പോസിറ്റ് ചാർജുള്ള രണ്ട് ലെയറുകൾ, അതാണ് ഡബിൾ ലെയർ, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ദ കോമ്പിനേഷൻ ഓഫ് വാട്ട് ഈസ് ഹെൽമോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന ചോദ്യം ചോദിക്കാം. ഓക്കെ, the combination of two layers of opposite charges around the colloidal particle is called Helmholtz electrical double layer. അതൊക്കെ ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി. നിങ്ങളോട് ചിലപ്പോൾ ഡിസ്ക്രൈബ് അബൌട്ട് ദ ചാർജ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ, all colloidal particle carry charges. Okay, that may be positive or negative. Okay, അങ്ങനെ പോസിറ്റീവിനും നെഗറ്റീവിനും ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് എഴുതാം. And what is the reason for the charge? That is due to the preferential adsorption of the ions from the dispersion medium. Okay, അങ്ങനെ it forming the first layer. അപ്പോൾ മാർക്കിനനുസരിച്ച് എഴുതിയാൽ മതി. പിന്നെന്താണ്, ആഫ്റ്റർ ദ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ദ ഫസ്റ്റ് ലെയർ attracts the counter ion from the dispersion medium, forming a second layer. And this combination of two layers of opposite charges around the colloidal particle is called Helmholtz electrical double layer. Okay, അതിൽ ഫസ്റ്റ് ലെയർ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. Okay, and that is known as fixed layer. മറ്റത് ചെറിയൊരു അട്രാക്ഷൻ, I- K+ നമ്മളൊരു അട്രാക്ഷൻ ആണ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡിഫ്യൂസ്ഡ് ലെയർ, അല്ലെ മൊബൈൽ ലെയർ ആണ്. അത് വേണമെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യും, ഡിസ്പെർഷൻ മീഡിയത്തിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കും. ഓക്കെ, സോ ദ ഫസ്റ്റ് ലെയർ ഓഫ് അയോൺസ് ഫേംലി ഹെൽഡ് ഓർ സ്ട്രോങ്ലി ഹെൽഡ് and is termed as fixed layer, while the second layer is mobile, which is termed as diffused layer or mobile layer. ഓക്കെ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ലെയറും ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ലെയറും ഉണ്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ചും ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ രണ്ട് ചാർജാണ്, ഓപ്പോസിറ്റ് ചാർജാണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്.
ഒരു ഹെൽമോൾസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയറിലെ രണ്ട് ലെയറുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് നോൺ ആസ് ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ ഓർ സീറ്റ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാം. അതൊക്കെ ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി. വാട്ട് ഈസ് ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ ഓർ സീറ്റ പൊട്ടൻഷ്യൽ? ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിക്സ്ഡ് ലെയർ ആൻഡ് ദ ഡിഫ്യൂസ്ഡ് ലെയർ ഓഫ് ഓപ്പോസിറ്റ് ചാർജസ്. ഫിക്സ്ഡ് ലെയർ ആൻഡ് ഫിക്സ്ഡ് ലെയർ ആൻഡ് ഡിഫ്യൂസ്ഡ് ലെയർ ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് അറൌണ്ട് ദ കൊളോയിഡൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻ എ ഹെൽമോൾസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഈസ് കോൾഡ് ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഓക്കെ, വാട്ട് ഈസ് ഹെൽമോൾസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, അതിന്റെ ഡെഫിനിഷനും അതിന്റെ ഡിസ്ക്രിപ്ഷനും ഇതാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കൊളോയിഡൽ പാർട്ടിക്കിളിൽ എങ്ങനെ ചാർജ് ഉണ്ടായി, ആ ചാർജ് ഉണ്ടാവുന്നതിനോടൊപ്പം എന്തൊക്കെ ലെയറുകൾ ഉണ്ടാവുന്നുണ്ട്, ഓക്കെ, ആ ലെയറിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്താണ് പറയുക, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ചാർജ് ഉള്ളത് കൊണ്ട് എന്താണ് മെച്ചം? ഇപ്പം നമ്മളൊരു ബ്ലഡ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ, ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഒരു മെത്തിലിൻ ബ്ലൂ, ഒരു ബേസിക് ഡൈ ആണ്, അത് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡാണ്. അപ്പോൾ മെത്തിലിൻ ബ്ലൂ എടുക്കാം. ഒരു ബീക്കറിനകത്ത് ഞാൻ മെത്തിലിൻ ബ്ലൂവിൻ്റെ എന്തെടുത്തിട്ടുണ്ട്, കൊളോയിഡ് എടുത്തിട്ടുണ്ട്. അതിലുള്ള എല്ലാവർക്കും പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അതിൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ഉണ്ട്, അടുത്തൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്, അടുത്തൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്, എല്ലാവരും പോസിറ്റീവ്ലി ചാർജ്ഡാണ്. ഓക്കെ, ഒരേ ചാർജാണ്. അതുകൊണ്ട് ഇവർ അടുത്തടുത്തേക്ക് വരില്ല. അടുത്തടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ, ഇവരെല്ലാവരും കൂടിയും എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അവിടെ അഗ്ലോമറേഷൻ നടക്കും. എല്ലാം കൂടി ചേർന്നിട്ട് സൈസ് കൂടിയിട്ട് താഴെ സെറ്റിൽ ചെയ്യും. അപ്പോൾ അത് കൊളോയിഡ് അല്ല. കൊളോയിഡ് ആണെങ്കിൽ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് നിൽക്കണം, എല്ലായിടത്തേക്കും നിൽക്കണം, ഇങ്ങനെ സെറ്റിൽ ചെയ്യരുത്. ഓക്കെ, നമ്മളിപ്പോൾ മഡ് വാട്ടർ ചെളിവെള്ളം എടുത്താൽ സെറ്റിൽ ചെയ്ത് നിൽക്കും, കാരണം അവിടെ സൈസ് കൂടുതലാണ്. അത് കൊളോയിഡ് അല്ല, അത് സസ്പെൻഷനാണ്. ഓക്കെ, സോ ദ പ്രസൻസ് ഓഫ് ഈക്വൽ ആൻഡ് സിമിലർ ചാർജസ്, ഈക്വലും ആണ് സിമിലർ ചാർജസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് ലാർജ്ലി റെസ്പോൺസിബിൾ ഇൻ പ്രൊവൈഡിങ് സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡ്. കൊളോയിഡ് സ്റ്റേബിൾ ആവാനുള്ള ഒരു മേജർ റീസൺ ആണ് ചാർജ്. അവരടുത്തേക്ക് വരില്ല. സോ ദാറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സ്റ്റെബിലിറ്റി? സ്റ്റെബിലിറ്റി നമ്മൾ പിന്നീടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Equal and similar charges on colloidal particle is largely responsible in providing the stability of colloidal solution. Because of the repulsive forces between charged particle having same charge prevent them from aggregating and then they become closer to one another. Okay, അത് അടുത്തടുത്തേക്ക് വരാണ്ട്, അതിനെ അഗ്രിഗേറ്റ് ചെയ്യാണ്ട്, അത് കൂടിച്ചേരാണ്ട് അതിനെ സ്റ്റേബിൾ ആക്കി നിർത്തുന്നത് ഈ ഈക്വൽ ചാർജസ് ആണ്. അപ്പോൾ ഈക്വൽ ചാർജസ് തമ്മിൽ എന്തുണ്ടാവും, റിപ്പൽഷൻ ഉണ്ടാവും. സോ ചാർജ് ഈസ് എ മേജർ റീസൺ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡ്സ്. അപ്പോൾ കൂട്ടത്തിൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ചാർജാണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റുമാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഫോക്കസ് ഏരിയയിൽ. ഇലക്ട്രോഫോറസിസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊളോയിഡൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യാനുള്ള കാരണം എന്താ, ചാർജാണ്. ഓക്കെ, ചാർജ് അപ്പോൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം നമ്മൾ അതും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പ്രോപ്പർട്ടി ദറ്റ് ഈസ് കൊയാഗുലേഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രെസിപിറ്റേഷൻ. കൊയാഗുലേഷൻ എന്ന് വെച്ചാൽ ഒരു കൊളോയിഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കൊളോയിഡൽ സൊല്യൂഷൻ, ഒരു കൊളോയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസ്. അതേപോലെ തന്നെ എന്തുകൊണ്ട്, ഡിസ്പേർഷൻ മീഡിയം ഉണ്ട്. ആ ഡിസ്പേഴ്സ്ഡ് ഫേസിനെയും ഡിസ്പേർഷൻ മീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കൊയാഗുലേഷൻ. ദ പ്രോസസ് ഓഫ്, അപ്പം സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും, സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ കൊളോയിഡൽ ഡിസ്പേർഷൻ ഫേസ് മാറിയില്ലേ, അപ്പോൾ ഡിസ്പേർഷൻ ഫേസും ഡിസ്പേഴ്സ്ഡ് ഫേസും സെപ്പറേറ്റഡ് ആവുകയാണ്. അപ്പോൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ എല്ലാം കൂടി ചേർന്നിട്ട് താഴെ സെറ്റിൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഒന്നെങ്കിൽ താഴെ സെറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഡൗൺ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് കൊയാഗുലേഷൻ. ഓക്കെ, ദ സ്റ്റെബിലിറ്റി ഓഫ് ലയോഫോബിക് സോൾ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾ. നമ്മൾ കൊയാഗുലേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അവിടെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ലയോഫോബിക് സോളിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം എന്താണ്, ലയോഫോബിക് അറിയാലോ, ലയോഫിലിക്കും അറിയാലോ. അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം പ്രസൻസ് ഓഫ് ചാർജാണ്. ലയോഫിലിക്കിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു കാരണം ചാർജാണ്, മറ്റൊരു കാരണം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ലയോഫോബിക് മാത്രം പറഞ്ഞത്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇഫ് സം ഹൗ ദ ചാർജ് ഇസ് റിമൂവ്ഡ് ദ പാർട്ടിക്കിൾ വിൽ കം നിയർ ടു ഈച്ച് അതർ. ഇപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾ ആയതുകൊണ്ട് ആണ് എങ്കിൽ അവർ അടുത്തടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ ആ ചാർജ് അങ്ങ് റിമൂവ് ചെയ്താൽ ഇവർ അടുത്തടുത്തേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ദേ വിൽ കം നിയർ ടു ഈച്ച് അതർ ആൻഡ് അഗ്രിഗേറ്റ്, ദേ കളക്റ്റഡ് ടുഗദർ ആൻഡ് സെറ്റിൽ ഡൗൺ അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി.
ഓക്കെ. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയം ഇടയിലുള്ളത് ഡിസ്പേഴ്സ്ഡ് ഫേസിനിടയിൽ ചാർജ് ഉള്ളതുകൊണ്ട് ഇവർ അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ അടുത്തേക്ക് വരാത്ത സമയത്ത് ഇവരിങ്ങനെ ഡിസ്പേർഷൻ മീഡിയത്തിൽ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ ചാർജ് അങ്ങ് റിമൂവ് ചെയ്താൽ ഇവർ ഒന്നായിട്ട് കൂടിച്ചേരും, എന്നിട്ട് താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ പിന്നെ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും നമ്മൾ യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? അതാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് ഇപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്തു, കൊയാഗുലേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പ്രോപ്പർട്ടി. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് coagulation. Okay, that we will discuss in the next session. Thank you.